അപ്പൊ നേരത്തെ ഇവിടെ അനു പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഷോ ആണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഒരു 2-3 സ്റ്റുഡൻസിന്റെ കേസിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവര് ആദ്യത്തിൽ ഇവരെ കണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ പോയപ്പോൾ ഇവന്മാര് ചിരിക്കുന്നില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് സൈക്കോ ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം നമ്മൾ പുറമേ നിന്ന് ജഡ്ജ് ചെയ്യും, ചിരിക്കുന്നില്ല, അവന്റെ അഹങ്കാരമാണ് എന്നൊക്കെ. പക്ഷെ അവന്റെ സിനിമയിലൊക്കെ പറയുന്നത് പോലെ അടുത്തിരിക്കുന്നവന്റെ ഉള്ളം നിറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. അത് പറയുമ്പോൾ നമ്മൾ വളരെ വിഷമത്തോടുകൂടി പറയുന്നത് ഒരുപാട് കോഴ്സുകൾ ചെയ്തും അല്ലെങ്കിൽ ബിസിനസ് ചെയ്തും ജോലി ചെയ്തും ഒക്കെ അവസാനത്തെ കച്ചിത്തുരുമ്പെന്നോണം വരുന്നവരാണ് എനിക്ക് തോന്നുന്നു ഒരു ബാച്ചിൽ പകുതിയിലധികം പേരും. കാരണം വീട്ടുകാരും നാട്ടുകാരും തള്ളിയിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നിനും ആവില്ല എന്ന് വിധി എഴുതി മാറ്റിയിട്ട കുറെ സ്റ്റുഡൻസിനെ നമ്മളിവിടെ കാണാറുണ്ട്. 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വരെയൊക്കെ വീട്ടുകാരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 21 വയസ്സ് മുതൽ എനിക്ക് തോന്നുന്നു പല തരത്തിലുള്ള മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്ന. അതെ, സ്ട്രെസ്ഡ് ആണ്. അത് നമ്മൾ ഈ സ്മാർട്ട് യുഗം ആയതുകൊണ്ട് തന്നെ എല്ലാം ഹരിബറിയായി അവർക്കും അറിയില്ല, കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധമില്ല, ഒരു ലക്ഷ്യബോധം ഇല്ലാത്തൊരു യുവതലമുറയാണെന്ന് നമ്മുടെ ചുറ്റിനുള്ളത്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ റിലേഷൻഷിപ്പ് അതുപോലെ ഫിനാൻഷ്യലി ഉള്ള കുറെ സ്ട്രഗിൾ ചെയ്ത് വരിക, ഇങ്ങനെയുള്ള പിന്നെ പലതരത്തിലുള്ള അഡിക്ഷൻസ് അതൊരു വലിയ ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് അവർക്ക് തുറന്നു പറയാൻ ചിലപ്പോൾ പറ്റാറില്ല. രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചുറ്റിനുള്ളവർ അതിന് സമ്മതിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് പോലുള്ള സംഭവങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇവരെ ഒന്ന് ഇരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ പലരും പറയാറുണ്ട്. ഇപ്പൊ JP സാറിന്റെ ഒരു ഇതിൽ വന്നിട്ടുള്ള കൗൺസിലിംഗിൽ വന്നിട്ടുള്ള ഒരു പയ്യൻ അത്യാവശ്യം ഇതിന് ഭയങ്കര അഡിക്റ്റഡ് ആണ്. പക്ഷെ ആൾക്ക് രക്ഷപ്പെടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിനകത്തൊന്നും പിന്മാറാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു മെന്റൽ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് പണം ഉണ്ടാക്കി. പക്ഷെ ജീവിതത്തെ എങ്ങനെ നേരിടണം, ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നേരിടാൻ അറിയാത്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും ജീവിതത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യും. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവൻ ഒളിച്ചോടുകയാണ് ജീവിതത്തിൽ നിന്ന്. അത് ഫേസ് ചെയ്യാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി ആക്കി കൊടുക്കുന്ന ഒരു ജോലി കൂടി അല്ലെങ്കിൽ ഒരു സർവീസ് കൂടി നമ്മൾ സേഫ്റ്റി ടെക് മാനേജ്മെന്റ് വളരെ ശക്തിയുക്തം മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അവരുടെ ആ ഒരു മാറ്റം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ്. അതായത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആ ഒരു ബാച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ, 2-3 പേര് ആദ്യത്തിൽ വന്നപ്പോ ചിരിക്കുന്നില്ല, ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല, മാറിയിരിക്കുകയാണ്. അതിനുശേഷം ബാച്ച് ഔട്ടിനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആ ബാച്ചില് ഭയങ്കര ആക്റ്റീവായിട്ട് സ്റ്റേജിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുകയും എല്ലാവരുമായിട്ട് ഭയങ്കര കളിയും ചിരിയായിട്ടൊക്കെ മാറുക. അപ്പൊ ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇപ്പൊ ഇതേപോലെ ഇവിടെ നിന്ന് കിട്ടിയ വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവർക്കൊരു മെന്റൽ സപ്പോർട്ടാണ്. ഇപ്പം ഞാനെ സംബന്ധിച്ച് സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ്സുകളാണെങ്കിൽ ഈ സൈക്കോളജിയും സേഫ്റ്റിയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ബിഹേവിയർ ബേസ്ഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം അതാണ് നമ്മൾ സ്ഥാപനങ്ങളിൽ നടത്തുന്നത്. ഒരിക്കലും സേഫ്റ്റി പ്രൊഫഷണൽസ് മെഷീനുകളല്ല ഹാൻഡിൽ ചെയ്യുന്നത്, അവര് ഹാൻഡിൽ ചെയ്യുന്നത് മനുഷ്യരെയാണ്, മാൻ ഹാൻഡ്ലേഴ്സാ. അപ്പൊ മനുഷ്യ മനസ്സിനെ പറ്റിയിട്ട് ഇവരെ പഠിപ്പിക്കുക. നമ്മൾ അങ്ങനെ ഒരു ക്ലാസ്സുകളൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ. സേഫ്റ്റി ഈസ് എ കൾച്ചർ, ഒരു സംസ്കാരമാണ്. ആ സേഫ്റ്റി കൾച്ചർ ഇവരെ പേഴ്സണലി ഇവരിൽ ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ ഇവര് വർക്ക് ചെയ്യാൻ ചെല്ലുന്ന സ്ഥാപനത്തിലും ആ കൾച്ചർ അവര് അവിടെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പം ഇറ്റ്സ് വെരി കണക്റ്റഡ് സൈക്കോളജി ആൻഡ് സേഫ്റ്റി. പഠിച്ചെടുത്ത് എനിക്ക് അങ്ങനെ സൈക്കോളജി പരമായിട്ടില്ലെങ്കിൽ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. അത് കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടാകാം. അപ്പോ ഈ പറഞ്ഞ ഇത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു വരുന്ന വ്യക്തികളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പൾസ് മനസ്സിലാക്കി അവരുടെ മെന്റൽ സ്ട്രെങ്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരെ കാണുമ്പോൾ തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പൊ അവരോട് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ചില ഓർമ്മകള്, ചില പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ അവരിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പുറകോട്ട് പിടിച്ചു വലിക്കും. അപ്പൊ എത്ര നമ്മൾ ശ്രമിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ പുറകോട്ട് വലിക്കുന്ന ആ കയറുകളെ ഒന്ന് അറുത്ത് കളയാൻ അല്ലെങ്കിൽ മുറിച്ച് കളയാൻ നമ്മൾ സഹായിക്കാറുണ്ട്. പിന്നെ അവരുടെ പോക്ക് വേറെ ലെവലിലായിരിക്കും. കാരണം പിടിച്ചാൽ കിട്ടാത്ത ആ വ്യക്തികള് ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഇറങ്ങി വരുമ്പോ സാലറി പാക്കേജിലൊക്കെ. കാരണം ഈ കുട്ടികളുടെ ഉള്ളിൽ വേണ്ടത് ഒരു വാശിയാ. അതായത് നമ്മൾ കൊള്ളില്ല എന്ന് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികളെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കുക എന്ന് പറയും.
അതിനൊക്കെ നമ്മൾ ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരുടെ ജീവിത സാഹചര്യം തന്നെ ടോട്ടലി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളത് ചെയ്തു പൊക്കോണ്ടിരിക്കുന്നു. ഈ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന യുവതലമുറയോട് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങോട്ടാണ് യാത്ര, അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളതിനെ പറ്റി കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സപ്പോർട്ട് സാർ ഇപ്പോൾ ഒരു സേഫ്റ്റി ക്ലാസ് മാത്രമല്ല, നമ്മൾ അതിനുള്ള കൗൺസിലിംഗ്, ഗൈഡൻസ്, കരിയർ ഗൈഡൻസ് ഇതെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. ഓക്കെ, ഇപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത്, ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഒരു 1 മന്തിന്റെ കോഴ്സ് ഇത് പഠിക്കുന്ന ഇപ്പോൾ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചിങ് അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു പ്രൊഫഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനിൽ വരുന്നവരുണ്ട്. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള പല ആൾക്കാർ പറയുന്നത് ഈ ഒരു 1 മന്തിൽ നമ്മൾ എന്തൊക്കെ സിലബസുകളാണ് കവർ ചെയ്യാറ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സേഫ്റ്റി ഇസ് എ ക്വൈറ്റ് കോമൺ സെൻസ്. സേഫ്റ്റി ഒരു കോമൺ സെൻസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഒരു യാത്ര ചെയ്യണം, ട്രാവൽ ചെയ്യും, 2 ദിവസം നിങ്ങൾ ട്രാവലിംഗ് ആണ്, ബൈ ട്രെയിൻ ആയിരിക്കും, ബൈ കാറായിരിക്കും. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണണം. അത് ഒരു മരുന്ന് എടുക്കുന്നു, തലവേദന വരാം, പ്രോ ആക്റ്റീവ് ആയിരിക്കണം. ഈ സെയിം സാധനമാണ് നമ്മൾ ഇവിടെയും പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും അതൊന്നും പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ പ്രോപ്പർ മിറർ കാണിക്കുന്നില്ലാരും. നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ സ്കില്ല് തന്നെ നമ്മൾ കറക്റ്റ് അതിനകത്ത് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നു, കറക്റ്റ് പോളിസി അവിടെ ഡെവലപ്പ് ആകും. മെയിൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, തിയറിക്കൽ പ്രാക്ടിക്കൽ ബേസ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ജോബ്സ് ഉണ്ട്. ഇപ്പം ഒരു ക്രെയിൻ വന്നു, ഒരു ഫോർക്ക് ലിഫ്റ്റ് വന്നു. ക്രെയിനിൽ തന്നെ പല ടൈപ്പ് ക്രെയിൻ ഉണ്ട്, ഫോർക്ക് ലിഫ്റ്റ് പല ടൈപ്പ് ഇതുണ്ട്, ഹോട്ട് ടാപ്പിംഗ്, അങ്ങനെ എന്തൊക്കെ പ്രാക്ടിക്കൽ വർക്ക് ഉണ്ടോ അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഇതിനപ്പോൾ ഏറ്റവും ഗുണകര കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രാക്ടിക്കൽസാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. സെക്ഷൻസ് കൂടുതൽ നടത്തുന്ന പ്രാക്ടിക്കൽസ് ആണ്. അപ്പോൾ എന്താണ് സൈഡിൽ നടക്കുന്നത് അതാണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്ത് തന്നെ പറഞ്ഞില്ല, പോയ ബാച്ചിൽ തന്നെ 3-4 പേര് പ്ലേസ് ഓൾമോസ്റ്റ് പ്ലേസായി. അത് ചില ആൾക്കാർ 3-4 റൗണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു ക്ലയന്റ് ഇന്റർവ്യൂ, കോൺട്രാക്ടർ ഇന്റർവ്യൂ, ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കോൺട്രാക്ടർ ഹാപ്പി ആവാണ്. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും അവർ പുഷ്പം പോലെ നമ്മുടെ ക്യാൻഡിഡേറ്റ് ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു സ്റ്റുഡന്റ് ഇവിടെ വരുമ്പോൾ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. ഇപ്പം ചെയ്ത് തന്നെ ടീച്ചേഴ്സ് വരുന്നുണ്ട്, അക്കൗണ്ടന്റ് വരുന്നുണ്ട്. ഇപ്പം ഇത് മാത്രമല്ല, പല ഇന്റർനാഷണൽ കോഴ്സ് പഠിച്ച ആൾക്കാരും വരുന്നുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ, ഇപ്പൊ സെയ്ത് തന്നെ എന്താണ് പഠിച്ചിരിക്കുന്നത്, നേരത്തെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ്സ് കാണും. അപ്പോഴും നമുക്ക് ഇന്റർവ്യൂ പോകാൻ ആഗ്രഹമുണ്ട്, ഇന്റർവ്യൂ പോകും. ഓക്കെ, സർട്ടിഫിക്കറ്റ്സ് ഓൺലി ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ്. നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ആക്കുന്നവരെ സർട്ടിഫിക്കറ്റിന് കാര്യമുള്ളൂ. ഇന്റർവ്യൂവിലാണ് പെർഫോം ചെയ്യേണ്ടത്, കാൻഡിഡേറ്റാണ് പെർഫോം ചെയ്യേണ്ടത്, സൈറ്റിലാണ് പെർഫോം ചെയ്യേണ്ടത്, കാൻഡിഡേറ്റാണ് പെർഫോം ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പിള്ളേർ ഇവിടെ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫ്രഷർ പിള്ളേർ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്വാളിറ്റിക്ക് ട്രെയിനിങ് എന്ന് വെച്ചാൽ സൈറ്റ് ഓറിയന്റ് ആയിരിക്കണം, എങ്കിലേ കാര്യങ്ങളുള്ളൂ. ഫോർ എക്സാമ്പിൾ TBT, ടൂൾ ബോക്സ് ടോക്ക്, പല ആൾക്കാർക്ക് സ്പേസ് ഫിയർ കാണും, പല ആൾക്കാർക്ക് നോളജ് കാണും, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എക്സാക്ട്ലി. ഇനി വർക്ക് അറ്റ് ഹൈറ്റിൽ തന്നെ സ്കഫോൾഡ് വരും, സ്കഫോൾഡ് ഇൻസ്പെക്ട് ചെയ്യണം. ഇതിന്റെ വലിയ ചെറിയ നോളജ് പേര് കേൾക്കത്തുള്ളായിരിക്കും ഇവര്, പക്ഷെ അത് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യണം, എങ്ങനെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണം, എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, ടെക്നിക്കൽ വർക്ക്സ് ഒന്നും ഇവർക്ക് അറിയിക്കില്ല. അതാണ് നമ്മളിവിടെ സൈറ്റ് ഓറിയന്റഡ്. എന്താണ് സൈറ്റ് നടക്കുന്നത് അത്. ഇപ്പം ഫോർ എക്സാമ്പിൾ റിഗ് സേഫ്റ്റി, നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് സേഫ്റ്റി ഫുൾ കവർ ആവുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ വർക്കാണ് അതിനകത്ത് വരുന്നത്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, കൺസ്ട്രക്ഷൻ സേഫ്റ്റി, പെട്രോ കെമിക്കൽ തൊട്ട് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെ അപ് സ്ട്രീമും വരുന്നുണ്ട്, ഡൗൺ സ്ട്രീമും വരുന്നുണ്ട്. അത് മൊത്തം നമ്മളത് കവർ ചെയ്യുന്നുണ്ട്. റിഗിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ റിഗ് ഏതാണ്, സാഗർ സമ്രാൻ. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ ഇന്ത്യൻ 1 രൂപ നോട്ടില്ലേ, അതിൽ വരെ വർക്ക് ചെയ്തത് ഞാൻ. അപ്പോൾ അതിന്റെ സേഫ്റ്റീസ് വരെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് മാത്രമേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യാറൂ. അത് പഠിപ്പിച്ചിട്ടേ പിള്ളേർക്ക് കാര്യമുള്ളൂ. സാറിന്റെ ക്ലാസ്സിലാണെങ്കിലും സാറിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ആയിരിക്കാം, ഇപ്പോൾ ഏതൊരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സാറിന് ഒരു വർക്ക് എക്സ്പീരിയൻസ് അതിനകത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് പല അതെ അവര് ഇപ്പൊ ഞാൻ സ്റ്റുഡൻസിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അവർ പറയുന്നൊരു കാര്യം, സാറിന്റെ ക്ലാസ് അടിപൊളിയാണ്. കാരണം സാർ ഓരോ പോയിന്റ് ഇപ്പൊ നമുക്ക് പറയുന്നുണ്ടെങ്കിലും സാറിന്റെ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാറിന്റെ സൈറ്റിൽ നടന്നിട്ടുള്ള അനുഭവങ്ങൾ ഇതിനെയൊക്കെ എക്സാമ്പിൾ ആക്കി കാണിച്ചുകൊണ്ട് തന്നെയാണ് സാർ ഓരോ ടോപ്പിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ മൈൻഡിൽ അത് നിൽക്കാറുണ്ട്. അപ്പൊ ഇവരൊരു സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാലും സാർ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ ചിലപ്പോൾ അവർ കണ്ടിട്ടുള്ള നോട്ടിൽ കണ്ടിട്ടുള്ള സാധനം അവരുടെ മൈൻഡിൽ അവരുടെ മൈൻഡിൽ ഉണ്ടാവും. അവർക്ക് ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റും. അപ്പൊ അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവരും നല്ലൊരു അഭിപ്രായം തന്നെ. പിന്നെ വേറൊരു കാര്യം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ട്രെയിനിങ് പ്ലസ് ഒരു വ്യക്തി ഒരു സൈറ്റിൽ പോകുമ്പോൾ അവിടെ പല ടൈപ്പ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് കാണും. ഒന്നും വേണം, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പോകാം, പല കൺസ്ട്രക്ഷൻ സൈറ്റ് നമ്മൾ കാണാറുണ്ട്, ശരിയല്ലേ? അവിടെ പല ടൈപ്പ് എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മൾ വിസിബിൾ, നമുക്ക് പേര് അറിയത്തില്ലായിരിക്കും. ഈ സാധനം സൈറ്റിൽ പോകുമ്പോഴായിരിക്കും ആ സാധനം അവിടെ കാണാം. അപ്പോൾ അതിന് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്, അതൊക്കെ ഇൻസ്പെക്ട് ചെയ്യേണ്ടത് സേഫ്റ്റി ഓഫീസറുടെ പ്രൊഫഷൻ നമ്മൾ അത് ചെയ്യേണ്ടത്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഇവിടെ അടുത്തൊരു കാര്യം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ
ഒരു വ്യക്തി സൈറ്റിൽ ചെല്ലുമ്പോൾ സ്റ്റുഡൻറ്റ് സൈറ്റിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആ വ്യക്തി ആ സൈറ്റിൽ കാണുന്നു അത് മൊത്തം ഇവിടെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ട് നമ്മൾ വിടത്തുള്ളൂ. അപ്പോൾ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ പുതുമയായിട്ട് ഒരു കാര്യം അവർ സൈറ്റിൽ ഫീൽ ചെയ്യരുത്. ഡെയിലി കാര്യം ഒരു മാസം ഇവിടെ എന്താണ് കണ്ടത് നേരെ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, നേരെ അവിടെ പേസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം സൈറ്റ് ഓറിയന്റഡ് കാര്യം തന്നെ ഇവിടെ കൂടുതൽ നമ്മുടെ ഫോക്കസ്. അത് പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. തിയറി ഡെഫിനേഷൻ തിയറി പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പ്രാക്ടിക്കൽ ഇൻസ്പെക്ട് ചെയ്യണം നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. കൂടാതെ ഇത് അറിഞ്ഞ വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. കാരണം ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഹിന്ദിയാണ് ഈ ഒരു മേഖലയിൽ ആവശ്യം വേണ്ടി വരുന്നത്, സേഫ്റ്റി മേഖലയിൽ. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള കോച്ചിങ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഹിന്ദിയിൽ. സൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹിന്ദി ലാംഗ്വേജ് ട്രെയിനിങ്. നോർമൽ ഹിന്ദി പഠിച്ചിട്ട് കാര്യമില്ല, ഈ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദിയിൽ. കാരണം എന്താ, വർക്കേഴ്സ് ഒക്കെ അധികം കോമൺ ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു കേരളത്തിലും അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലുമാണ് മലയാളവും തമിഴും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും കോമൺ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് എന്താ, ഹിന്ദിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ വർക്കേഴ്സ് ആയിട്ട് വരുന്നവര് ഹിന്ദി ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ അവരെ ഗൈഡ് ചെയ്യണമെങ്കിൽ, അവരെ ലീഡ് ചെയ്യണമെങ്കിൽ ഹിന്ദി മസ്റ്റ് ആണ്. അതിന്റെ ട്രെയിനിങ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ചേഞ്ച് ആണ് അല്ലെ, ഒരു മാറ്റം വേണം എന്നാണ്. പക്ഷെ മാറ്റം കാര്യമില്ല. കാരണം നമ്മളിപ്പോ ഒരു ജിമ്മിൽ പോകുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ട്? ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മസിലൊക്കെ വെക്കും, നമ്മുടെ ബോഡി വേറൊരു ലെവലിലേക്ക് ചേഞ്ച് ആകും. പക്ഷെ എപ്പോഴാണോ നമ്മൾ ആ പോക്ക് നിർത്തുന്നത് വീണ്ടും പഴയപടിയാകും. ദാറ്റ് മീൻസ് ചേഞ്ച് റിവേഴ്സിബിൾ ആണ്. പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്നത് ചേഞ്ച് അല്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പറക്കാൻ അവരുടെ അവരുടെ ഉള്ളിൽ കഴിവുള്ളവരാണ് എല്ലാവരും. ഈശ്വരൻ മെന്റലി റിട്ടാർഡഡ് ആയിട്ടല്ലാത്ത എല്ലാവരുടെ ഉള്ളിൽ ഈക്വൽ ആയിട്ട് തന്നെ കഴിവ് കൊടുത്താ വിട്ടിരിക്കുന്നത്. ആ കഴിവിനെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കും. അവരുടെ ചിറകുകൾക്ക് ശക്തി കൊടുക്കും. പറക്കാൻ വിശാലമായ ആകാശം, അത് സേഫ്റ്റി മേഖലയിൽ തന്നെ ഒരുപാടുണ്ട്. ഇതിന്റെ ഒരു അടിത്തറയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇതുകൊണ്ട് സേഫ്റ്റിയിലെല്ലാം ആയി എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. ഇത് അതിന്റെ ഒരു തുടക്കമാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഏതൊക്കെ കോഴ്സുകൾ, എക്സാംസുകളൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മന്ത്ലി ഒരു ലാക്സ് സാലറി വാങ്ങുന്നവർ ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് തന്നെ ഇപ്പോൾ ഉണ്ട്. കുവൈറ്റ് പെട്രോളിയത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു മന്ത്ലി ഒരു 5-6 ഒക്കെ മന്ത്ലി ആ തലത്തിലേക്ക് മാറിയവർ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പോസിബിൾ ആണെന്ന് നമുക്ക് ശക്തിയുക്തം പറയാൻ പറ്റും. കാരണം ഇപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കോളേജ് ആണെങ്കിലും ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, ചേഞ്ച് അല്ല. ചേഞ്ച് തിരിച്ച് പഴയപടിയാകും, പക്ഷെ ഇതിവരെ മൊത്തത്തിൽ ഒരു മാറ്റമാണ്. ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാവാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്യൂപ്പ ബട്ടർഫ്ലൈ ആവുന്ന ഒരു പ്രോസസ്, ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. ആ തിരിച്ചൊരിക്കലും ആ ബട്ടർഫ്ലൈക്ക് പ്യൂപ്പ ആകാൻ പറ്റില്ല. അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി മെന്റലിയും അവരുടെ അക്കാദമിക് വൈസും അവരുടെ കോൺഫിഡൻസ് ലെവല് എല്ലാം ചേഞ്ച് ആക്കി തന്നെ ഇവിടുന്ന് വിടുന്നത്. അപ്പൊ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ള, സ്വയം ആഗ്രഹം വേണം. ചിലപ്പോൾ പേരൻസ് ഇവിടെ നിർബന്ധിച്ചു കൊണ്ടാക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് ഈ പറയുന്ന പോലെ ഉന്തി മരം കയറ്റിയ കൈവിട്ടാൽ താഴെ പോകും. അങ്ങനെയല്ലാതെ സ്വയം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും ഏറ്റവും ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും സേഫ്റ്റി ടെക് മാനേജ്മെന്റ്. വേറൊരു കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഈ പഠിപ്പിച്ച കാര്യം എല്ലാം റിപ്പീറ്റ് ആക്കാറില്ല. എവറി മന്ത് അപ്ഡേഷൻ വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് കോറായിട്ട് പിള്ളേർക്ക് കിട്ടുന്നത് പെട്ടെന്ന്. നമ്മൾ ഷോർട്ട്സ് ആയി തന്നെ വലിയ കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് തന്നെ. അപ്പൊ എല്ലാ മാസം എന്തൊക്കെ അപ്ഡേറ്റ്സ് വരുന്നു. കാരണം അപ്ഡേറ്റ്സ് ആയ പഠിച്ചിട്ട് പിള്ളേർ അപ്ഡേറ്റ് ആയി പോകും, സ്റ്റുഡൻസ് അപ്ഡേറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് പോയ പല സ്റ്റുഡൻസ് പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ഒരു സേഫ്റ്റി ഓഫീസർ ആയിട്ടല്ല നമ്മൾ വിടുന്നത് അവരെ. അത് കുറച്ച് കാലങ്ങളായിട്ട് മാത്രമേ അവർക്ക് അത് വർക്ക്. കാരണം അവർ ഓൾറെഡി നോളജ് ഉണ്ട് അവർക്ക്. സൈറ്റ് എങ്ങനെ ലീഡ് ചെയ്യണം അതുവരെ നമ്മൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ അവരെ മോൾഡ് ചെയ്തങ്ങ് പിന്നെ ആരുടെ ഗൈഡൻസിന് ആവശ്യം അവർക്കില്ല. തന്നെ ഒരിക്കലും വേണം പറഞ്ഞു ഇവിടെ സേഫ്റ്റി ഓഫീസർ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ സേഫ്റ്റി ഓഫീസർ, ലീഡ് HSC, ഇങ്ങനെ സേഫ്റ്റി മാനേജർ ഇങ്ങനെ പോവാം. അപ്പൊ അത് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ കൊടുക്കുന്ന ക്വാളിറ്റി മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. അത് അറ്റ് ദ സെയിം ടൈം ഇന്റർവ്യൂ കഴിയുമ്പോൾ ക്ലയൻസ് നിങ്ങൾക്ക് റിവ്യൂ തരും. ഓക്കെ, നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് റിവ്യൂ വരെ പറയുന്നു, സാർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെ ഇന്റർവ്യൂ അവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 2-3 വട്ടം മോക്ക് ഇന്റർവ്യൂസ് നടത്തും. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, അപ്പൊ അവരുടെ ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ സദസ്സിനെ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്നവരെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് മുതൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയണം എന്ന് മുതൽ. കാരണം എല്ലാവർക്കും ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടൊന്ന് പറയൂന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ പറയാനായിട്ട് പലർക്കും പറ്റാറില്ല. അപ്പൊ അത് മുതൽ ഇവിടെ നമ്മൾ പഠിപ്പിച്ച് പല ആവർത്തി മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ നടത്തി ആ കോൺഫിഡൻസ് ലെവൽ ആയിട്ടാണ് നമ്മൾ അവരെ പ്ലേസ്ഡ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ബേസിക് ആണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് കൊടുക്കുന്നത്. ഇറ്റ്സ് എ ബേസിക് കോഴ്സ്. ഇപ്പൊ പലരും പറയാറുണ്ട്
ഈ ഒരു മാസത്തെ കോഴ്സ് കൊണ്ട് എല്ലാം ആവില്ല, എല്ലാം ആവുമെന്ന് നമ്മളും പറയുന്നില്ല, ഇറ്റ്സ് ബേസിക്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് നമ്മൾ വർക്കിന് വിടുന്നത് കൊണ്ട് അവരുടെ തന്നെ പൈസ കൊണ്ട് അവർക്ക് അടുത്ത കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അത് പലരും വളരെ എന്താ പറയണേ നന്ദിയോടുകൂടി നമ്മുടെ അടുത്ത് പറയാറുണ്ട്. കാരണം പിന്നെ പോഷ് അയോഷ് അതുപോലെ ഒരുപാട് കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ എക്സാംസുകളുണ്ട്. ഇത് എഴുതാനൊക്കെ ഇവർ വീട്ടിൽ നിന്ന് ചോദിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അവർ നമ്മൾ പ്ലേസ്ഡ് ആക്കും. അങ്ങനെ അവർക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ അവര് നെബോഷ് പോലെയുള്ള എക്സാംസ് ഒക്കെ എഴുതി പിന്നെ അവർ അവരുടേതായ നമ്മൾ പറഞ്ഞില്ലേ ചിറകുകൾക്ക് ശക്തി നമ്മൾ കൊടുക്കും. അത് നമ്മൾ 100% കൺഫേം ആണ്. അവരുടെ മുമ്പിൽ ഒരുപാട് വിശാലമായ ലോകമുണ്ട്, സേഫ്റ്റി മേഖലയുണ്ട്. അതിലേക്കുള്ള കൃത്യമായ ഗൈഡൻസ് നമ്മൾ കൊടുക്കും. അത്തരത്തിലാണ് നമ്മുടെ സർവീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് അതിനകത്ത് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് കുറെ കൂടി വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനെ വിശദമായിട്ട് ഇനിയും വീഡിയോസ് വരും. സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിലൂടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇനി എന്തായാലും ആഴ്ചയിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് അതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഇത്രയും നാള് നമ്മൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആയിരുന്നില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ എല്ലാ മാസവും ഇവിടെ കുട്ടികൾ വരുന്നുണ്ട്. ഇവിടെ പഠിച്ചവര് പറഞ്ഞാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മാമിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞാണ്, മാം നിങ്ങൾ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇത് ആളുകൾ അറിയണം. ആളുകൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് എന്താ പറയാ, കുറെ ആളുകൾക്ക് ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ അവരുടെ ലൈഫിൽ നമ്മൾ കാരണം ഒരു ചേഞ്ചസ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്തായാലും ഇനി സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ടാകും. സോ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് കാണാം. അപ്പൊ അതുവരെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.